ഹലോ ഗൈസ്, ഞാനിത് ശകലം കപ്പ ഉണ്ടാക്കാൻ പോവാണ്. കപ്പ മുറുക്കി പുഴുങ്ങാന്ന് ഓർത്തോണ്ട് ഞാനിത് ഇന്നത്തെ എൻ്റെ 3 മണിക്കത്തെ ഒരു കടിഞ്ചായയും കുടിക്കാം, ഇതും കഴിക്കാൻ നോക്കാം. ഉണ്ടാക്കുന്നതാണ് ഇത്. ഇരുന്ന് തൊലി ഭയങ്കര പൊളിഞ്ഞു വരാൻ പാട്. കുറേ ദിവസമായി മേടിച്ചുകൊണ്ട് വെച്ചേക്കണം, ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം, മുളകരച്ച് പോകണമെന്ന്. അങ്ങനെ വരും. ചില ദിവസങ്ങളിൽ എനിക്ക് ചെണ്ടമുറിയിലാണ് ഇഷ്ടം, ചില ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെ കഴിക്കാനൊരു ആഗ്രഹം. വല്ലപ്പോഴും ഉള്ളൂ. ഇന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മേടിച്ചുകൊണ്ട് വന്ന എൻ്റെ ബാലൻസ് ഒരു ചെറിയ പീസ് ഇരുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ 4 മണിക്ക് ഒന്നുമില്ല. എന്നാൽ പിന്നെ എനിക്കങ്ങനെ പലഹാര വീട്ടിയൊക്കെ കുറവാട്ടോ. ഞാനങ്ങനെ ഒത്തിരി ഇങ്ങനെ വറുത്തതും പൊരിച്ചതും അങ്ങനെയൊന്നും എനിക്ക് തിന്നാൻ താല്പര്യമില്ല. കപ്പയാണെങ്കിൽ പിന്നെ നമ്മുടെ ദോഷമാണ്, എന്നാലും വയറ്റിൽ വിശക്കാതെ കിടക്കും. ചോറങ്ങനെ അധികം കഴിക്കില്ല ഞാൻ. ചോറൊക്കെ മിതമായ രീതിയിൽ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അത്താഴം കഴിക്കില്ല. ഇത് 3 മണിക്ക് ഇച്ചിരി കടിഞ്ഞായ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്താഴമില്ല. അങ്ങനെ ഒന്നാമത്തെ കാര്യം ഗ്യാസ്. കപ്പ തിന്നാൽ പൊതുവെ ഗ്യാസാണ്. എനിക്ക് അത്താഴം കൂടെ കഴിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഞാൻ നുറുക്കിയിട്ടേ കഴുകുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പേൻ്റെ 100 പോകണം. ഒത്തിരി ഇങ്ങനെ നേരിട്ട് കഴുകിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലായിരിക്കും. കുറേ നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ 100 കളഞ്ഞ് ഇതിനകത്ത് പൊട്ടാസ്യം 100 കൂടുതലാണ്. കപ്പ കിഴങ്ങ് അതെ പൊട്ടാസ്യം തന്നെയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഞാനത് കളഞ്ഞ് വെച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുറേ നേരം ഇടും. എന്നിട്ടൊക്കെയാണ് കഴിക്കുന്നത്. ഇതിന് ഞാനൊരു ലേശം തേങ്ങ അങ്ങനെ അത്രയൊക്കെ അരച്ച് നോക്കും. ഒത്തിരി തേങ്ങയുടെ പ്രയോഗമൊന്നുമില്ല എനിക്ക്. 1 കിലോ കപ്പ കൊണ്ടുവന്ന 3 പ്രാവശ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം തീറ്റ എന്തോരം ഉണ്ടെന്ന് കണക്കൂട്ട്. ഞാനങ്ങനെ ഇരുന്ന് പോർത്തു എന്നാൽ പോയി ഉണക്കക്കപ്പ മേടിച്ചു. ഇതാട്ടോ. ഇനി ഞാനിത് വേവിച്ച് കഴിക്കുന്നത് കാണിച്ചാൽ, വേവിക്കുന്നത് ഇളക്കി വാങ്ങണതൊക്കെ കാണിക്കാം. ഓക്കെ.
കപ്പ പുഴുങ്ങി വാങ്ങി. ഇനി നമുക്ക് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കപ്പ പിന്നെ രാവിലത്തെ 2 ഇഡ്ഡലി ഉണ്ടായിരുന്നേ. പനി ആയതുകൊണ്ടേ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല, വായിക്ക് രുചിയൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ടേസ്റ്റൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്താ അറിയില്ല, പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി. പിന്നെ കപ്പ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴേ സ്റ്റവ് പൊട്ടിത്തെറിച്ചു. ഞാൻ നോക്കുമ്പോൾ അടുക്കള മുഴുവൻ തീയ. ഭാഗ്യത്തിന് ഞാൻ കറിവേപ്പില എടുക്കാനായിട്ട് മാറിയതാണ്. എന്താണെന്നറിയില്ല, എന്നാൽ സ്റ്റൗവിലേക്ക് നോക്കിയിട്ട് വേറെ ഒന്നും തോന്നണമില്ല. അപ്പം രാവിലത്തെ 2 ഇഡ്ഡലി കേട്ടോ. പിന്നെ കപ്പ കളയണ്ടല്ലോ എന്ന് ഓർത്തു. ഇനിയിപ്പോൾ ഞാൻ വൈകിട്ട് ആഹാരം കഴിക്കില്ല, അത്താഴം ഞാൻ കഴിക്കില്ല. ഞാൻ അതുകൊണ്ട് കപ്പ വെറുതെ ഒന്ന് കടുക് വറുത്തെടുക്കുക ചെയ്തേ. മറ്റേ അരപ്പൊന്നും അരച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഗ്യാസ് പൊട്ടിയല്ലോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഇനി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും തന്നെ കേട്ടോ എനിക്ക്.